ഇന്ന് നമുക്ക് ആരാധനയുടെ പ്രാധാന്യം എന്ന ശീർഷകത്തോടെ ദൈവവചനം പഠിക്കാം. ശബ്ബത്ത് ദിനത്തെ ആരാധന, മൂന്നാം ദിനത്തെ ആരാധന, ഉത്സവങ്ങളുടെ ആരാധന, പതിവ് പ്രാർത്ഥന എന്നിവയെല്ലാം ദൈവത്തോടുള്ള ആരാധനയാണ്. അങ്ങനെയെങ്കിൽ നാം എന്തിനാണ് ആരാധന നടത്തേണ്ടത്? ആരാധന എന്നത് സഭയിൽ പങ്കെടുക്കുക, സ്തുതി പാടുക, ദൈവവചനം കേൾക്കുക, പ്രാർത്ഥിക്കുക എന്നിവയാണെന്ന് പലരും കരുതുന്നു. ഇന്ന് ദൈവം നമുക്ക് ആരാധന നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നമ്മുടെ ആത്മാക്കൾക്ക് ആരാധന എത്ര പ്രാധാന്യമാണെന്നും ആത്മീയ ലോകത്ത് അത് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്നും നമുക്ക് ബൈബിളിലൂടെ സ്ഥിരീകരിക്കാം. നമുക്ക് സങ്കീർത്തനം അധ്യായം 50 തുറക്കാം. നമുക്ക് സങ്കീർത്തനം അധ്യായം 50 വാക്യം 1 നോക്കാം. ദൈവം, യഹോവയായ ദൈവം അരുളിച്ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ ഒഴിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നു ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ഇവിടെ യാഗം എന്ന പദത്തിന്റെ അർത്ഥം ആരാധന എന്നാണ്. പഴയ നിയമത്തിൽ യാഗം എന്ന വാക്ക് പലപ്പോഴായി ഉപയോഗിച്ചിരുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ ആരാധന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഈ രണ്ട് വാക്കുകൾക്കും ഒരേ അർത്ഥമുണ്ട്. ഈ വിധത്തിൽ സങ്കീർത്തനം അധ്യായം 50 ദൈവം നമ്മെ ഇതേക്കുറിച്ച് അറിയിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആരാധന ആവശ്യമായിരിക്കുന്നത്? അത് ആരംഭിച്ചത് എന്തുകൊണ്ടാണ്? മനുഷ്യരാശിക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഏദൻ തോട്ടത്തിന്റെ ചരിത്രത്തിലൂടെ ദൈവം ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് ആദാമും ഹവ്വായും പാപം ചെയ്യുന്നതിനു മുമ്പ് വരെ ആരാധനയുടെ ആവശ്യമില്ലായിരുന്നു. എന്നിരുന്നാലും അവർ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു എന്ന പാപം ചെയ്തതിനു ശേഷം ഏദന്റെ എല്ലാ മഹത്വവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള വഴി ആദാമിന്റെയും ഹവ്വായുടെയും മക്കളായ ഹാബെലിലൂടെയും കയീനിലൂടെയും ദൈവം വെളിപ്പെടുത്തി. ആ സമയം മുതൽ ഹാബെലിന്റെ യാഗവും കയീന്റെ യാഗവും എന്ന പ്രയോഗങ്ങൾ ബൈബിളിൽ പ്രത്യക്ഷപ്പെട്ടു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അവർക്ക് നഷ്ടപ്പെട്ട ഏദൻ തോട്ടത്തിന്റെ എല്ലാ മഹത്വവും പുനഃസ്ഥാപിക്കുന്നതിനായി ദൈവം ആരാധനാ സമ്പ്രദായം സ്ഥാപിച്ചു. വാസ്തവത്തിൽ നാം സ്വർഗത്തിൽ പാപം ചെയ്യുകയും ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട സ്വർഗീയ പാപികളാണ്. നാം സ്വർഗത്തിൽ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനായും ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായും ആരാധന കൃപയുടെ സമയമായും കൃപയുടെ സ്ഥലമായും സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിശ്ചിത തീയതികളിലും സമയങ്ങളിലും ആരാധനയിൽ പങ്കെടുക്കുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത്. അത് ഒരിക്കലും അവഗണിക്കരുത്. അതിനു കാരണം ദൈവഹിതമാണ്. സ്വർഗത്തിൽ നിന്നുള്ള പാപികളായ നമുക്ക് പാപമോചനം ലഭിക്കുവാൻ അനുവദിക്കുക എന്നത് എല്ലാം ആരാധനാക്രമത്തിൽ അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ആരാധനയിൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള കൃപയ്ക്ക് നന്ദി പറയുക എന്ന അർത്ഥവും അടങ്ങിയിരിക്കുന്നു. ഇക്കാരണത്താൽ മുൻകാല സഭയിലെ എല്ലാ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരെ ഉപദേശിച്ചപ്പോൾ നാം ഒരിക്കലും ആരാധനയെ അവഗണിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എബ്രായർ അധ്യായം 10 നോക്കാം.
എബ്രായർ അധ്യായം 10 വാക്യം 22. നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം പൂണ്ടു പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്നു കാണുംതോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. ലളിതമായി പറഞ്ഞാൽ, ചിലർ ചെയ്യുന്നതുപോലെ ആരാധനയ്ക്കായി ഒരുമിച്ചു കൂടുന്നത് നാം ഉപേക്ഷിക്കരുത്. ആരാധനയിൽ പങ്കെടുക്കാതിരിക്കുന്നവരുടെ ശീലങ്ങൾ പിന്തുടരുന്നതിനു പകരം ദൈവത്തിന്റെ മഹത്വകരമായ ദിവസം അടുത്തു വരുന്നത് കാണുമ്പോൾ നാം ഒരാളെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും ഒരുമിച്ചു കൂടുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും വേണം. ഇത് എബ്രായർ അധ്യായം 10 വാക്യം 25 നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണിത്. അതിനാൽ ആരാധനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്. വാക്യം 26 തുടരാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ, അതായത് പാപമോചനത്തിനായുള്ള ഒരു ആരാധനയും അവശേഷിക്കുന്നില്ല എന്നാണിത് അർത്ഥമാക്കുന്നത്. ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. ചിലർ ചെയ്യുന്നതുപോലെ ആരാധനയ്ക്കായി ഒരുമിച്ചു കൂടുന്നത് നാം ഉപേക്ഷിക്കരുതെന്ന ബൈബിളിലെ കർശനമായ ഉപദേശം എബ്രായർ അധ്യായം 10 നമുക്ക് സ്ഥിരീകരിക്കാം. മറിച്ച് ക്രിസ്തുവിന്റെ മഹത്വകരമായ ദിവസം അടുക്കുമ്പോൾ നാം കൂടുതൽ ഉത്സാഹത്തോടെ ആരാധനയിൽ പങ്കെടുക്കുന്ന അവിടുത്തെ മക്കളായി മാറണം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആരാധന അനിവാര്യമായി തീർന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് യെശയ്യാവ് പ്രവാചകൻ നൽകുന്ന ഉപദേശത്തിലൂടെ കണ്ടെത്താം. നമുക്ക് യെശയ്യാവ് അധ്യായം 59 പോകാം. യെശയ്യാവ് അധ്യായം 59 വാക്യം 1. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്കു സംസാരിക്കുന്നു. നിങ്ങളുടെ നാവു നീതികേട് ജപിക്കുന്നു. നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നതെന്താണ്? നമ്മുടെ അകൃത്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നു. നമ്മുടെ പാപം ദൈവത്തിനും നമുക്കും ഇടയിലുള്ള ഒരു വിടവ് സൃഷ്ടിച്ചു. നമ്മുടെ പാപം നിമിത്തം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം വിദൂരമായി തീർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെയാണ് ആ വിടവ് നികത്തിയത്? ആരാധനയിലൂടെയാണ് ആ വേർപിരിയൽ നീക്കം ചെയ്യുവാൻ സാധിച്ചത്. അതിനാൽ ആരാധന സമയങ്ങളിലൂടെ ദൈവം നമ്മോടൊപ്പമുണ്ടെന്നും നമ്മെ കണ്ടുമുട്ടുന്നുവെന്നും മുൻകാലങ്ങളിൽ നാം ചെയ്ത പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആദാമും ഹവ്വയും പാപം ചെയ്തതിനു ശേഷം അവിടുത്തേക്ക് ഒരു യാഗം അർപ്പിക്കുവാൻ ദൈവം ഹാബെലിനോടും കയീനോടും കൽപ്പിച്ചു. നമുക്ക് ഉൽപ്പത്തി അധ്യായം 4 കടക്കാം. നമുക്ക് ഉൽപ്പത്തി അധ്യായം 4 വാക്യം 1 നോക്കാം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്നു പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബെലിനെ പ്രസവിച്ചു. ഹാബെൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. കുറെക്കാലം കഴിഞ്ഞിട്ടു കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നു യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബെലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്നു തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബെലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. ഹാബെലിന്റെയും കയീന്റെയും യാഗത്തെക്കുറിച്ച് ഉൽപ്പത്തി അധ്യായം 4 ആദ്യമായി പരാമർശിക്കപ്പെടുന്നു.
എബ്രായ ലേഖനത്തിന്റെ രചയിതാവ് എബ്രായ ലേഖനം അധ്യായം 11 ഈ രംഗത്തെ എങ്ങനെയാണ് വിവരിച്ചതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എബ്രായർ അധ്യായം 11 പോകാം. അധ്യായം 11 വാക്യം 4. വിശ്വാസത്താൽ ഹാബെൽ ദൈവത്തിനു. ഹാബെൽ എന്താണ് ദൈവത്തിനു കൊണ്ടുവന്നത്? കെയിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഹാബെൽ കെയിനേക്കാൾ മികച്ച ഒരു യാഗം ദൈവത്തിന് അർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കെയിൻ തന്റെ വിളവിൽ ചിലത് കൊണ്ടുവന്ന് ദൈവത്തിന് ധാന്യയാഗം അർപ്പിച്ചു. ഹാബെൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ ആദ്യജാതനെ ദൈവത്തിന് ഒരു യാഗമായി അർപ്പിച്ചു. ഈ രണ്ട് യാഗങ്ങളുടെ അർത്ഥമെന്താണ്? രണ്ട് യാഗങ്ങളും തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് നൽകിയിരുന്നത്. എന്നിരുന്നാലും ദൈവം ഹാബെലിന്റെ യാഗം സ്വീകരിച്ചു, എന്നാൽ കയീന്റെ യാഗം ദൈവം സ്വീകരിച്ചിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു വ്യത്യാസം? ഹാബെലിന്റെ യാഗം രക്തത്താലുള്ള യാഗമായിരുന്നു. നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ക്രിസ്തു ക്രൂശിൽ യാഗം അനുഭവിക്കണം. ഇക്കാരണത്താൽ ഹാബെലിന്റെയും കയീന്റെയും കാലം മുതൽ അവിടുന്ന് യാഗങ്ങളെ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതുമായ യാഗങ്ങളുമായി തമ്മിൽ വേർതിരിച്ചു. ആത്മാർത്ഥതയുടെ കാര്യത്തിൽ കെയിൻ അവന്റെ യാഗത്തിനായി കൂടുതൽ പരിശ്രമിച്ചു. അവൻ വിത്തുകൾ വിതച്ചു, അവയെ പരിപാലിച്ചു, രാവും പകലും തക്കസമയത്ത് അവയെ നനയ്ക്കുകയും ചെയ്തു. അങ്ങനെ അവയ്ക്ക് നന്നായി വളരുവാൻ സാധിച്ചു. കയീന്റെ യാഗം പൂർണ്ണഹൃദയത്തോടെ അർപ്പിച്ചെങ്കിലും ദൈവം അത് സ്വീകരിച്ചില്ല. എന്നാൽ രക്തം ചൊരിഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കപ്പെട്ട ഹാബെലിന്റെ യാഗമായ ആദ്യജാതനായ കുഞ്ഞാടിന്റെ യാഗം ദൈവം സ്വീകരിച്ചു. അവരുടെ യാഗങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നതല്ല പ്രശ്നം. യാഗത്തിനായി ഇരുവരും വളരെയധികം പരിശ്രമിച്ചു. എന്നാൽ പാപമോചനം എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന യാഗമായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. ഹാബെലിന്റെയും കയീന്റെയും യാഗങ്ങളിലൂടെ നമുക്ക് ഇത് സ്ഥിരീകരിക്കുവാൻ കഴിയും. ക്രിസ്തു അവിടുത്തെ രക്തം ചൊരിയുന്നതിലൂടെ ദൈവവും നമ്മളും തമ്മിലുള്ള വിടവ് എങ്ങനെ നികത്തുമെന്ന് ഇത് കാണിക്കുന്നു. നമുക്ക് ഇത് എഫെസ്യർ അധ്യായം 2 സ്ഥിരീകരിക്കാം. നമുക്ക് എഫെസ്യർ അധ്യായം 2 വാക്യം 13 നോക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ. എന്തിലൂടെയാണ് നാം സമീപസ്ഥരാക്കേണ്ടത്? ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. കുഞ്ഞാടിനോട് ഉപമ ചെയ്തിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിന് എന്തു സംഭവിച്ചു? നാം അടുത്തുവന്നു. ഇത് ക്രിസ്തുവിന്റെ യാഗത്തിലൂടെയാണ് സാധ്യമായത്. ദൈവം ഹാബെലിന്റെ യാഗങ്ങളെ മികച്ചതായി കണക്കാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തതിന്റെ കാരണം കുഞ്ഞാടിനോട് ഉപമിക്കപ്പെട്ട് ഇരിക്കുന്ന ക്രിസ്തു മനുഷ്യരാശിയുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ക്രൂശിലെ അവിടുത്തെ യാഗത്തിലൂടെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യും. അതിനാൽ എഫെസ്യർ അധ്യായം 2 വാക്യം 13 എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ എന്താണ് സംഭവിച്ചത്? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന പങ്കുവഹിക്കുന്നു. വാക്യം 13 തുടരാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുകളഞ്ഞത്. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വച്ചു ശത്രുത്വം ഇല്ലാതാക്കി. എന്തായിരുന്നു അവിടുത്തെ മറ്റൊരു ഉദ്ദേശ്യം?
അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്നു ദൂരത്തായിരുന്നു നിങ്ങൾക്കു സമാധാനവും സമീപത്തുള്ളവർക്കു സമാധാനവും സുവിശേഷയച്ചു. അവൻ മുഖാന്തരം നമുക്കു ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്കു പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ചുരുക്കിപ്പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ എന്നതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നാണ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. എഫെസ്യർ അധ്യായം 2 മുഖാന്തരം നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം ദൈവത്തിൽ നിന്നും വേർപിരിഞ്ഞിരുന്നുവെന്നും അവിടത്തോട് അടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ നാം ക്രിസ്തുവിന്റെ രക്തത്താൽ അടുത്തുവന്നിരിക്കുന്നു. തൽഫലമായി നാം ഇനിമേൽ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ എന്ന് ബൈബിൾ പറയുന്നു. ചുരുക്കിപ്പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ എന്നതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നാണ്. ദൈവത്തെ പിതാവേ മാതാവേ എന്ന് വിളിക്കുവാനും സത്യത്തിലുള്ള നമ്മുടെ സിയോൻ അംഗങ്ങളെ സഹോദരീ സഹോദരന്മാർ എന്ന് വിളിക്കുവാനും കഴിയുന്ന സ്ഥാനം ദൈവം നമുക്ക് നൽകി. ദൈവം ഇവയെല്ലാം എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ആരാധനയുടെ ഉടമ്പടിയിലൂടെയാണ് ദൈവം ഇവയെല്ലാം നിർവഹിച്ചത്. ചില അംഗങ്ങൾ യാഗത്തെയും ആരാധനയും കുറിച്ച് ചോദിക്കുന്നു. ചിലർക്ക് അതിന്റെ അർത്ഥം നന്നായി മനസ്സിലാകണമെന്നില്ല. അതിനാൽ നമുക്ക് പുറപ്പാട് അധ്യായം 12 വാക്യം 12 ഒരുമിച്ച് നോക്കാം. നമുക്ക് പുറപ്പാട് അധ്യായം 12 വാക്യം 23 നോക്കാം. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞു കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും. ഈ ഉപദേശം നാം എന്തായി അനുസരിക്കണം? ഒരു നിത്യനിയമമായി ആചരിക്കണം. യഹോവ അരുളിച്ചെയ്തതുപോലെ നിങ്ങൾക്കു തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്നോ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കയിൽ എന്താണ് അത്? മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്നു നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗം ആകുന്നു ഇത് എന്നു നിങ്ങൾ പറയണം. പോൾ ജനം കുമ്പിട്ടു നമസ്കരിച്ചു. നാം എല്ലാ വർഷവും പെസഹയുടെ ആരാധന ആചരിക്കുന്നു. പെസഹ ആരാധനയെക്കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകം എന്താണ് പറയുന്നത്? അത് പെസഹയാഗമാണ്. ഇതുകൊണ്ടല്ലേ യേശുവിനെ പെസഹ കുഞ്ഞാട് എന്ന് പരാമർശിക്കുന്നത്? 3500 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രയീമിൽ പോലും പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിച്ച എല്ലാ വീടുകളെയും ദൈവം കടന്നുപോയി. അതിനാൽ അവർക്കു ദുരന്തം വന്നു ഭവിച്ചില്ല. മറുവശത്ത് മിസ്രയീം ദേശം മുഴുവൻ ഒരു മഹാമാരിയാൽ ബാധിക്കപ്പെട്ടു. അതിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജനൊക്കെയും കൊല്ലപ്പെട്ടു. ഈ ഭയാനകമായ സംഭവം 3500 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാധനയെ സംബന്ധിച്ച് എന്നോട് ഉടമ്പടി ചെയ്തവരെ ഒക്കെയും യാഗം കഴിച്ചു കൂടിവരുവിൻ എന്ന് ദൈവം പറയുന്നു. ദൈവം പെസഹയെ ആരാധനയായും പുറപ്പാട് അധ്യായം 12 യാഗമായും പരാമർശിച്ചു. അതിനാൽ ദൈവം ഹാബെലിന്റെ യാഗം സ്വീകരിക്കുകയും കയീന്റെ യാഗത്തെക്കാൾ മികച്ച ഒരു യാഗം കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം ഹാബെലിന്റെ യാഗം രക്തം ചൊരിയപ്പെട്ട യാഗവും കയീന്റെ യാഗം രക്തം ചൊരിയപ്പെടാത്ത ഒരു യാഗവുമായിരുന്നു എന്നതാണ്. അത് വിളകളോടുകൂടിയ ഒരു യാഗമായതിനാൽ ദൈവം ഹാബെലിന്റെ യാഗത്തെ കയീന്റെ യാഗത്തെക്കാൾ മികച്ചതായി പരിഗണിച്ചു.
മനുഷ്യരാശിയുടെ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അവിടുത്തെ മഹത്തായ ഹിതം രക്തത്താലുള്ള യാഗത്തിൽ അടങ്ങിയിരുന്നതിനാൽ ദൈവം ഹാബെലിന്റെ യാഗം സ്വീകരിക്കുകയും കയീന്റെ യാഗം നിരസിക്കുകയും ചെയ്തു. അത് ദൈവത്തിന് കയീനോട് വിദ്വേഷം ഉണ്ടായിരുന്നതുകൊണ്ടല്ല. ഒന്ന് രക്തത്തിന്റെ ഒരു യാഗമായിരുന്നു, മറ്റൊന്ന് രക്തമില്ലാത്ത ഒരു യാഗമായിരുന്നു. രക്തത്താലുള്ള യാഗം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ പാപങ്ങൾക്കുവേണ്ടി എന്തു ചെയ്യുമെന്ന് ദൈവം മുൻകൂട്ടി കാണിച്ചു. അതുകൊണ്ടാണ് ഹാബേൽ കയീനേക്കാൾ മികച്ച ഒരു യാഗം ദൈവത്തെ കൊണ്ടുവന്നതെന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ആത്യന്തികമായി യേശുക്രിസ്തു പെസഹ കുഞ്ഞാടിനായി ഈ ഭൂമിയിൽ വന്ന് യാഗം കഴിച്ചപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് സംഭവിച്ചത്? ക്രൂശിൽ രക്തം ചൊരിഞ്ഞുകൊണ്ട് അവിടുന്ന് ആ ബന്ധം പുനഃസ്ഥാപിച്ചില്ലേ? ദൈവം ബന്ധം പുനഃസ്ഥാപിക്കുകയും നമ്മെ അവിടത്തോട് അടുപ്പിക്കുകയും ചെയ്തു. തൽഫലമായി മുൻകാലങ്ങളിൽ അന്യന്മാരും പരദേശികളുമായ നാം ഇപ്പോൾ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് ആരാധന നമുക്ക് വളരെ പ്രധാനമായത്. അതുകൊണ്ടാണ് ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടിവരുന്നത് നാം ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞത്. നാം രക്ഷിക്കപ്പെടുവാനും പാപമോചനം പ്രാപിക്കുവാനും നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങുവാനും കഴിയേണ്ടതിന് നാം എപ്പോഴും അവിടുത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ക്രിസ്തു പെസഹയാഗമായി തീർന്നു എന്ന് നമുക്ക് ബൈബിളിലൂടെ സ്ഥിരീകരിക്കുന്നത് തുടരാം. നമുക്ക് 1 കൊരിന്ത്യർ അധ്യായം 1 വാക്യം 7 നോക്കാം. നമുക്ക് അധ്യായം 5 വാക്യം 7 നോക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആക്കേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. അവിടുന്ന് ആരാണ്? നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. വാക്യം 8 ഇങ്ങനെ പറയുന്നു: പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഇവിടെ ഉത്സവം എന്നത് പെസഹയെ സൂചിപ്പിക്കുന്നു. തൽഫലമായി പെസഹ കുഞ്ഞായ ക്രിസ്തുവിന്റെ യാഗം പെസഹ ആരാധനയെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി. ഈ യാഗം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ സാധിക്കുമായിരുന്നോ? സ്വർഗത്തിലെ നമ്മുടെ പാപങ്ങൾ നിമിത്തം എന്നേക്കും വേർപെടുവാൻ നാം വിധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ക്രൂശിലെ ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ നാം ദൈവത്തോട് അടുത്തുവരുന്നു. മുൻകാലങ്ങളിൽ നാം അന്യരും പരദേശികളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ദൈവത്തിൽ എന്തായിത്തീർന്നിരിക്കുന്നു? ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ എന്നതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ മുതൽ നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്ഥാനം ലഭിച്ചിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. യേശു നമ്മെ പഠിപ്പിച്ച കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലുവാൻ കഴിയുന്ന ആളുകളാകുവാൻ നാം യോഗ്യരാണ്. നമുക്ക് മാത്രമേ ഈ പ്രാർത്ഥന നടത്തുവാൻ കഴിയൂ. എന്നിരുന്നാലും ഭൂതകാലത്തിലെ കാര്യം എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങളിൽ അടക്കപ്പെട്ടപ്പോൾ നാം അന്യരും പരദേശികളുമായി തീരുന്നു. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നാം ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാം ഇനിമേൽ അന്യരോ പരദേശിയോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളാണ്. ഇതിലൂടെ ക്രിസ്തുവിന്റെ യാഗത്തെ അനുസ്മരിക്കുന്ന ആരാധനയുടെ പ്രാധാന്യം സ്ഥിരീകരിക്കുവാൻ നമുക്ക് സാധിക്കയില്ലേ? ആരാധനയിലൂടെ പിതാവും മാതാവും മക്കളും എന്ന നിലയിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം രൂപപ്പെടുന്നു. അതിനാൽ ചിലർ ചെയ്യുന്നതുപോലെ ഒരുമിച്ചു കൂടുന്നത് ഉപേക്ഷിക്കരുത് എന്ന വാക്കുകളുടെ അർത്ഥമെന്താണ്? ദൈവാരാധന സംബന്ധിച്ച് നാം എന്തു ചെയ്യണം?
ആരാധനയെ നാം പ്രാധാന്യമുള്ളതായി കണക്കാക്കുകയും ദൈവത്തെ ശരിയായി ആരാധിക്കുകയും വേണം എന്നല്ലേ ഇതിനർത്ഥം? കൂടാതെ ആരാധനയിലൂടെ അവിടുത്തോട് ഉടമ്പടി ചെയ്തവരെ ദൈവം എന്തു ചെയ്യും? അവിടുന്ന് അവരെ ഒരുമിച്ചു കൂട്ടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നമുക്ക് പുറപ്പാട് അധ്യായം 25 ഒരു വാക്യം കൂടി നോക്കാം. പുറപ്പാട് അധ്യായം 25 വാക്യം 20. കെരൂബുകൾ മേലോട്ടു ചിറകുവിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വയ്ക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്തു വയ്ക്കണം. അവിടെ ഞാൻ നിനക്കു പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും. ഇത് ഏത് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ രംഗം വിശുദ്ധസ്ഥലത്തെക്കുറിച്ചും അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും വിശദീകരിക്കുന്നില്ലേ? വിശുദ്ധമന്ദിരത്തിൽ മുൻഭാഗത്ത് വിശുദ്ധ സ്ഥലവും പിൻഭാഗത്ത് അതിവിശുദ്ധ സ്ഥലവുമുണ്ട്. അങ്ങനെയെങ്കിൽ കെരൂബുകൾ എവിടെയാണ്? കെരൂബുകൾ അതിവിശുദ്ധ സ്ഥലത്തുള്ള ഉടമ്പടിയുടെ പെട്ടകത്തിന് മുകളിലാണ്. ദൈവം അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടുന്ന് നമ്മെ കണ്ടുമുട്ടുന്നു എന്ന് വാഗ്ദാനം ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും ദൈവം നമ്മെ അവിടുത്തെ കാണുവാൻ അനുവദിച്ച ഈ ദിവസം എപ്പോഴാണ്? അത് പാപപരിഹാര ദിവസമാണ്. വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനത്തിൽ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള വഴി തുറക്കപ്പെടുന്നു. അവിടെ അവനിലൂടെ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടും എന്ന് ദൈവം പറയുന്നു. അതിനാൽ യാഗമില്ലാതെ, അതായത് ആരാധനയില്ലാതെ ദൈവവും മനുഷ്യരാശിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകുമോ? തീർച്ചയായും സംഭവിക്കില്ല. ആരാധനയിലൂടെ പാപത്താൽ അകന്നുപോകുകയും അവിടുങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്ത ദൈവം നമ്മെ വിളിക്കുന്നു. ക്രിസ്തുവിന്റെ ത്യാഗത്തിലൂടെ അവിടുത്തെ രക്തത്താൽ ദൈവം നമ്മെ അവിടുത്തെ കുടുംബത്തിലെ അംഗങ്ങളാക്കി. അതിനാൽ അത് ശബ്ബത്ത് ദിവസത്തെ ആരാധനയായാലും 3-ാം ദിവസത്തെ ആരാധനയായാലും ഉത്സവ ആരാധനയായാലും ആരാധനയെ നാം ഒരിക്കലും അവഗണിക്കരുത്. ഓരോ ആരാധനയിലൂടെയും ദൈവം നമ്മുടെ എല്ലാ അപേക്ഷകളും ശ്രദ്ധാപൂർവം കേൾക്കുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തിയെല്ലാം ആരാധനയിലൂടെ നിർവഹിക്കപ്പെടുന്നു. നാം പതിവായി ആരാധനാക്രമം പാലിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ കാരണമോ ഹിതമോ അറിയാതെ അന്ധമായി ആരാധന അർപ്പിക്കരുത്. മറിച്ച് അവ മനസ്സിലാക്കിക്കൊണ്ട് ആരാധന അർപ്പിക്കണം. വിവേകത്തോടെ ആരാധിക്കുന്നതിന് ദൈവം നമ്മെ കണ്ടുമുട്ടുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആരാധനാ ദിവസം ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്നും അവിടുത്തെ നിയമിത ഉത്സവം ക്രിസ്മസാണോ പെസഹയാണോ എന്നും നാം അറിഞ്ഞിരിക്കണം. ഈ വിധത്തിൽ ഹാബെലിന്റെ യാഗം പോലെ നാം സത്യാരാധന അർപ്പിക്കേണ്ടതല്ലേ? അസംഖ്യം ആളുകൾ ഇന്ന് ഞായറാഴ്ച ആരാധന ആചരിക്കുന്നു. എന്നാൽ ഈ യാഗം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഹാബെലിന്റെ യാഗത്തിന് തുല്യമാണോ? ശബ്ബത്ത് ആരാധന ഹാബെലിന്റെ യാഗത്തോട് യോജിക്കുന്നില്ലേ? നാം ഇത് ശരിയായി മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ഉടമ്പടി പ്രകാരം ആരാധന അർപ്പിക്കുകയും ചെയ്യേണ്ടതല്ലേ? ഇന്ന് നാം ദൈവവുമായുള്ള ഒരു ഉടമ്പടിയായ ശബ്ബത്ത് ദിവസത്തെ ആരാധന ആചരിക്കുന്നു. നാം പെസഹയും ആചരിക്കുന്നു. കൂടാതെ നാം 3 പ്രാവശ്യമുള്ള 7 ഉത്സവങ്ങളുടെ ആരാധനകളും ആചരിക്കുന്നു. ഇന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്ന മൂടുപടം പോലും ദൈവം ബൈബിളിൽ ഒരു നിയന്ത്രണമായി നിയമിച്ചിട്ടുള്ള ശരിയായ ആരാധനാ രീതിയാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ദൈവത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണെന്ന് ബൈബിൾ കർശനമായി പറയുന്നതിനാൽ ആരാധനയ്ക്കിടെ സ്ത്രീകൾ മൂടുപടം ധരിക്കേണ്ടതുണ്ട്. ദൈവസഭയ്ക്കുള്ളിലെ ഒരു ആരാധനാക്രമമാണിത്. ഇത് അപ്പോസ്തലിക കാലം മുതൽ ആചരിച്ചുവരുന്ന ഒരു ആരാധനാക്രമമല്ലേ? ലോകത്തിലെ വഴിതെറ്റിപ്പോകുന്ന എല്ലാ സഭകളിലേക്ക് ശരിയായ ഉപദേശങ്ങൾ എത്തിക്കുവാൻ കഴിയേണ്ടതിന് നാം ഇപ്പോൾ പാലിക്കുന്ന ആരാധനാക്രമങ്ങളിൽ കൂടുതൽ അഭിമാനം കൊള്ളുവാനും സത്യാരാധന പാലിക്കുവാനും എല്ലാ സ്വർഗീയ ജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.